ഒരു അറിവും ചെറുതല്ല നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അത്തരം ഒരു അറിവാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ട്രിവാൻഡ്രത്തെ ഒരു ഷോപ്പിൽ മാംഗോസ്റ്റീൻ വാങ്ങാൻ വേണ്ടി പോയി. ഇവിടെ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ മാംഗോസ്റ്റീൻ കിലോയ്ക്ക് 220 രൂപ കേട്ടോ. അപ്പോൾ മാംഗോസ്റ്റീൻ വാങ്ങുമ്പോൾ ഈ വഴിവെക്കിൽ മാംഗോസ്റ്റീൻ വിൽക്കുന്ന ആളാണ് ഈ ഒരു അറിവ് എനിക്ക് പകർന്നു തന്നത്. വീട്ടിൽ വന്നിട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ സംഗതി സത്യമാണെന്ന് കണ്ടു. അപ്പോൾ അതൊരു പരീക്ഷണം വഴി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വെച്ചു. ഈ ഒരു കാര്യം നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും, എന്നാൽ എനിക്ക് തോന്നുന്നു അധികം പേർക്കും അറിയണ്ടാവില്ല. അപ്പോൾ എന്തായാലും എൻ്റെ മുന്നിൽ ഇപ്പോൾ കുറേ മാംഗോസ്റ്റീൻ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്. ഇതിൽ ഒരെണ്ണം ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ ഫ്രൂട്ട് സെഗ്മെന്റ്സ് കണ്ടോ, ഇത് നമ്മൾ അല്ലികളെന്ന് പറയും. ഈ 1 2 3 4 5 5 അല്ലികൾ ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ അല്ലികൾ ഉള്ളിൽ എത്ര ഉണ്ടെന്ന് ഈ മാംഗോസ്റ്റീൻ ഫ്രൂട്ട് ഓപ്പൺ ചെയ്യാതെ തന്നെ കണ്ടുപിടിക്കാനുള്ളൊരു മാർഗ്ഗമാണ് പുള്ളി പറഞ്ഞത്. അതായത് നമ്മൾ ഈ ഫ്രൂട്ട് എടുക്കുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഈ ഫ്രൂട്ടല്ലേ, ഇതിൻ്റെ ഈ വശത്ത് കണ്ടോ, ഇതിനെ പെറ്റൽസ് എന്നാണ് പറയുക കേട്ടോ. ഈ ഒരു 5 പൂക്കൾ പോലത്തെ ഭാഗങ്ങൾ കണ്ടോ, പൂക്കളുടെ ദളങ്ങൾ പോലെ ഇരിക്കുന്ന പെറ്റൽസ് എന്ന് പറയുന്നത് 1 2 3 4 5. അപ്പോൾ ഈ എണ്ണവും ഉള്ളിലെ ദളങ്ങളും അല്ലെങ്കിൽ ഉള്ളിലെ അല്ലികളും ഒരുപോലെ ആയിരിക്കും എന്നാണ് പുള്ളി പറയുന്നത്. കറക്റ്റ് ആട്ടോ. അപ്പോൾ അത് ഞാൻ 5 എണ്ണമുള്ള മേടിച്ചു. അപ്പോൾ ഇനി വേറൊരെണ്ണം നമുക്ക് നോക്കാം. ഇത് നോക്കിക്കേ, ഇതിലൊരു 7 പെറ്റൽസ് ഉള്ളേ, 1 2 3 4 5 6 7. അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ശരിയാണോ കേട്ടോ. യെസ്, വളരെ വ്യക്തമായിട്ട് കാണാം, നല്ലൊരു ഫ്രൂട്ടാണ്. 1 2 3 4 5 6 7 കണ്ടല്ലോ. ഇനി നമുക്ക് 5 എണ്ണമുള്ള കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൽ 5 എണ്ണം കാണുന്നത് കണ്ടല്ലോ. 1 2 3 4 5. അതും കറക്റ്റാണ്. 1 2 3 4 5. ഈ വലുതായിട്ടിരിക്കുന്നതിനകത്ത് കുരു ഉണ്ടാവും കേട്ടോ, വലുതായിട്ടിരിക്കുന്നത്. അപ്പോൾ പലരെയും സംബന്ധിച്ച് ഇതൊരു പുതിയ അറിവായിരിക്കില്ല, എന്നാലും എനിക്ക് പുതിയതായതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.